പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ 100% വിജയമായിരിക്കും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്രാവശ്യം പാർട്ടിക്ക് ഏറ്റു എന്ന് പറയുന്ന ഈ ഒരു പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജി സുധാകരൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൂടാതെ ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പയ്യന്നൂരിൽ വി. കുഞ്ഞികൃഷ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റുകളായിട്ട് തന്നെ കാണേണ്ടി വരും. UDF മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ 3,95,00,000 രൂപ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകി എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരുന്നു ആർഭാടത്തിൻ്റെ വക്താക്കൾ എന്ന് പരിശോധിക്കേണ്ടി വരും. പ്രതിപക്ഷത്തിരിക്കുന്ന DYFIയും പ്രതിപക്ഷത്തിരിക്കുന്ന SFI, ASF, CPI, CPM ഇതൊക്കെ വളരെ ശക്തമായിരിക്കും. അപ്പോൾ അങ്ങനെ ശക്തമായി സംഘടനാ സംവിധാനം ഉള്ള മറ്റേതെങ്കിലും പാർട്ടി കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. നമസ്കാരം. പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും ഇത്രയേറെ വിമർശനങ്ങൾ കേട്ട കാലം പിണറായി വിജയൻ എന്ന അനിഷേധ്യ നേതാവിന് മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യ അനുഭവമായിരിക്കും അത്. പിണറായി പ്രതിപക്ഷ നേതാവായ വിഷയത്തിൽ പാർട്ടി 2 തട്ടിലായി പിളർന്നു എന്ന തലത്തിലൊക്കെ വരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നേ ഒന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ കുറച്ചുകൂടി ആത്മവിശ്വാസമൊക്കെ നമ്മൾ കണ്ടു. ഇതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ഇനിയും തിരിച്ചു വരും, നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനെ ഒരു പരാജയം കാണണം എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ കുറച്ച് ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിണറായിയുടെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അടക്കം പരിഗണിച്ചാലും അടുത്തൊരു 5 വർഷം എന്ന് പറയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ ശോഭിക്കുമോ? യാതൊരുവിധ സംശയവും വേണ്ട. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ 100% വിജയമായിരിക്കും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പാർട്ടിയുടെ ആളുകളെന്ന് ഉപദേശിക്കാനായിട്ടൊന്നും നമ്മളില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്ന നരേറ്റീവുകളെല്ലാം ശരിയാകണമെന്നില്ല. കാരണം അദ്ദേഹം ഒരു ധാർഷ്ട്യക്കാരനാണ് എന്ന രീതിയിലുള്ളൊരു നരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണോ അതോ അങ്ങനെ ഉള്ളതാണോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകർ പരിശോധിക്കണം. ഇപ്പോൾ പിണറായി വിജയൻ ഒരു ഭയങ്കര ധാർഷ്ട്യക്കാരനാണ്, എന്നാൽ പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഒരു പൂക്കി മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി VD സതീശൻ്റെ പത്രസമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ്റെ പത്രസമ്മേളനങ്ങളും എടുത്തു വെച്ചിട്ടൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് ധാർഷ്ട്യം കൂടുതൽ എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ വെച്ചാൽ ധാർഷ്ട്യത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചോ അല്ല. മറിച്ച് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് ഏത് രീതിയിലായിരിക്കും കേരളത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ചാണ്. പിണറായി വിജയൻ ഏറ്റവും വലിയ അനുകൂല ഘടകമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും മേധാവികളുമായിട്ടും അതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമായിട്ടും അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഏറ്റവും സഹായകരമാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥരെയൊക്കെ ഷഫിൾ ചെയ്ത് മറ്റു പല സ്ഥലങ്ങളിലേക്കുമൊക്കെ മാറ്റിയേക്കാം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാലും വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കൃത്യലോപങ്ങൾ കൃത്യമായിട്ട് അറിയാനുള്ള ഒരു വഴി ശ്രീ പിണറായി വിജയന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ശോഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നലെ അദ്ദേഹം നമ്മൾ തിരിച്ചു വരാൻ സാധിക്കാത്ത വണ്ണമൊന്നും നമ്മൾ തകർന്നു പോയിട്ടില്ല എന്നും നമ്മൾ തിരിച്ചു വരുമെന്നും പറയുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം നിസ്സാരമല്ല. ഇപ്രാവശ്യം പാർട്ടിക്ക് ഏറ്റു എന്ന് പറയുന്ന ഈ ഒരു പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജി സുധാകരൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൂടാതെ ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പയ്യന്നൂരിൽ വി. കുഞ്ഞികൃഷ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റുകളായിട്ട് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി സഖാക്കന്മാർ സൃഷ്ടിക്കപ്പെട്ട നരേറ്റീവ്, അതായത് പിണറായി വിജയൻ എന്ന ഒരു ധാർഷ്ട്യക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തോ ഒരു ഭയങ്കര കോടീശ്വരന്മാരുടെ കൂട്ടുകാരനായിട്ട് മാറി എന്നൊക്കെയുള്ള രീതിയിലൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഒരു ആർഭാട ജീവിതത്തിൻ്റെ വക്താവാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നത്തെ മലയാള മനോരമയ്ക്കകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം മുമ്പേ 70 ലക്ഷം രൂപ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സമ്മതിച്ചില്ല.
കാരണം മരപ്പട്ടികൾ കൊണ്ട് ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി തന്നെ സംസാരിച്ചതാണ്. ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മരപ്പട്ടി വന്ന് മുള്ളി വയ്ക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ പല മന്ത്രിമാരുടെയും മന്ത്രിമന്ദിരങ്ങളൊന്നും മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണാനുമതി മുഖ്യമന്ത്രി നൽകിയിരുന്നില്ല. അത് കാരണം എന്താ വെച്ചാൽ അത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്നാൽ UDF മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ 3,95,00,000 രൂപ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നൽകി എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരുന്നു ആർഭാടത്തിൻ്റെ വക്താക്കൾ എന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം ഇത് ഒരു വർഷം മുമ്പ് പൊതുഭരണ വകുപ്പ് നൽകിയിരുന്ന ഒരു നിർദ്ദേശം ഭരണാനുമതി നൽകാതെ തടഞ്ഞു വെച്ചിരുന്നത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ പുതിയ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ 3,95,00,000 രൂപയ്ക്ക് മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയെങ്കിൽ ആരായിരുന്നു ആർഭാടത്തിൻ്റെ വക്താവ് എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി സഖാക്കൾ ചിന്തിക്കുക. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രകൾ, അദ്ദേഹം അമേരിക്കയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം അമേരിക്കയിൽ പോയത് മയോ ക്ലിനിക്കിൽ പോയതാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് മയോ ക്ലിനിക്കിൽ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണോ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത്? അല്ലല്ലോ. പക്ഷേ അദ്ദേഹത്തെ കളിയാക്കിയത് എങ്ങനെയാണ്? കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണ്. അപ്പോൾ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ അമേരിക്കയിൽ പോയത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉയർത്തപ്പെട്ടത്. അത് സാധാരണക്കാർക്കിടയിൽ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളിടത്താണ് അവർ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ആരോഗ്യപരമായിട്ട് തന്നെ കാര്യങ്ങളെ നീക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് വിവിധ വകുപ്പുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഭരണ വീഴ്ചകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി സംവിധാനങ്ങൾ കൂടി ശക്തമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം വൻ വിജയമായിരിക്കും. വളരെ വലിയ രീതിയിൽ ഇദ്ദേഹം ശോഭിക്കും എന്ന കാര്യത്തിലൊന്നും സംശയം വേണ്ട. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന DYFIയും പ്രതിപക്ഷത്തിരിക്കുന്ന SFI, ASF, CPI, CPM ഇതൊക്കെ വളരെ ശക്തമായിരിക്കും. അപ്പോൾ അങ്ങനെ ശക്തമായി സംഘടനാ സംവിധാനം ഉള്ള മറ്റേതെങ്കിലും പാർട്ടി കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. CPMൻ്റെ പോലെ സംഘടനാ സംവിധാനമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ BJP കുറച്ചൊക്കെ ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് എങ്കിൽ തന്നെയും CPMൻ്റെ അത്രയൊന്നും ഒരു സംഘടനാ സംവിധാനം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിലില്ല. അപ്പോൾ ശക്തമായ സംഘടനാ സംവിധാനവും അതിനെ നയിക്കാനായിട്ട് ശക്തനായ ഒരു സഖാവ് പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഉള്ളപ്പോൾ പ്രതിപക്ഷ കേരളത്തിൽ ശക്തമായിരിക്കും. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ശ്രീ പിണറായി വിജയനും ശക്തമായി തന്നെ മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇപ്പോൾ തന്നെ ഭരണപക്ഷത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളത് പരിശോധിച്ച് നോക്കുക. വകുപ്പുകൾ വിഭജിക്കുന്ന കാര്യത്തിൽ പോലും തർക്കങ്ങൾ ഇന്നാണ് അവസാനിച്ചത്. ഈ സമയത്ത് പോലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന 1 മണി നേരത്ത് പോലും കൃത്യമായ വിവരങ്ങൾ വാർത്താമാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ഇനി ഗവർണർ ഒപ്പുവെച്ച് അത് വിജ്ഞാപനമായിട്ട് ഇറങ്ങിയാൽ മാത്രമേ മന്ത്രിമാർക്ക് ഫയലുകളിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ഒരു മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടും മന്ത്രിമാർക്ക് ഫയലുകളിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. പലരുടെയും വകുപ്പുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ കൂടിക്കൂടി വരത്തേ ഉള്ളൂ, കുറഞ്ഞു വരത്തില്ല. കാരണം മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തെ മറ്റു മന്ത്രിമാർ അംഗീകരിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒരു വികസന അജണ്ട മുഖ്യമന്ത്രി വെക്കുമ്പോൾ അതിലുള്ള താല്പര്യങ്ങൾ കൂടി കേരളം ചർച്ച ചെയ്യും. കാരണം ഒരു കാരണവശാലും ഒരു ഹണിമൂൺ പീരീഡ് ഈ മന്ത്രിസഭയ്ക്ക് ലഭിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം പ്രതിപക്ഷമായിരിക്കില്ല ആദ്യത്തെ ആരോപണങ്ങളുമായിട്ട് വരിക. ആദ്യത്തെ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരിക കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് അല്ലെങ്കിൽ UDFനകത്തു നിന്ന് തന്നെയുള്ള ആളുകളായിരിക്കും എന്ന കാര്യം മുഖ്യമന്ത്രി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധമായ വിഷയം, ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിലമ്പൂർ മത്സരിച്ചിരുന്ന പ്രകാശൻ ചേട്ടൻ, പുള്ളിക്കാരനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA ആകുമെന്ന് കരുതിക്കൊണ്ടിരുന്നു. പക്ഷേ 2021 ആകസ്മികമായിട്ട് അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടൊന്നും പറയേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈ നാടിനെ നയിക്കും. ആരോഗ്യവാനായിട്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. കാരണം അദ്ദേഹം 15-16 വർഷത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സമയത്തും പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു അനുഭവ
പരിജ്ഞാനവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വിവിധ വകുപ്പുകളിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന് കരുത്തേകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അടിയന്തര പ്രമേയങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം വാക്കൗട്ട് നടത്തുന്ന ഒരു പ്രതിപക്ഷമായിരിക്കില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം ഉണ്ടാവുക. ചോദ്യങ്ങൾ ശക്തമായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു പ്രതിപക്ഷമായിരിക്കും. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ അത് വിജയിപ്പിച്ച് എടുക്കുന്ന ഒരു പ്രതിപക്ഷമായിട്ടായിരിക്കും ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ആക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട.